Hi students of accounting ആയിരുന്നു. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ബേസിക് അസംഷൻസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. ഇതെല്ലാം നമ്മൾ കോഡ് രൂപത്തിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ഹെഡിങ് ആണ്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ് ബേസിസ്? എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ ടൈം ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ്. ടൈം വേരിയസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, ഇതാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ്ങിൽ നമ്മൾ പല ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് 2 ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അക്രൂവൽ ബേസിസ്, 2 ക്യാഷ് ബേസിസ്. സോ വി ക്യാൻ സേ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. They are accrual basis and cash basis. ഇനി എന്താണതെന്ന് ഡീറ്റെയിൽ ആയി നോക്കണം. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അക്രൂവൽ ബേസിൻ്റെ അണ്ടറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് റെക്കഗ്നൈസസ് റവന്യൂ വെൻ ദേ ആർ ഏൺഡ്. അണ്ടർ അക്രൂവൽ ബേസിസ് ദ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ ഏൺഡ് ആൻഡ് റെക്കഗ്നൈസസ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഇൻകേർഡ്. റെക്കഗ്നൈസസ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഇൻകേർഡ്. ഇനി ക്യാഷ് ബേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്? റെക്കഗ്നൈസസ് റവന്യൂ വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ആൻഡ് റെക്കഗ്നൈസസ് എക്സ്പെൻസസ് വെൻ ക്യാഷ് ഈസ് പെയ്ഡ്. എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് റെക്കഗ്നൈസസ് റവന്യൂ വെൻ ദേ ആർ ഏൺഡ്. ഒരു റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? എപ്പോഴാണ് നമ്മളത് ഏൺ ചെയ്യുന്നത് ലീഗലി എപ്പോഴാണ് ആ റവന്യൂ നമുക്ക് കിട്ടുന്നത്, ഏൺ ചെയ്യുന്നത്? ലീഗലി നമുക്ക് റവന്യൂ വരാനുള്ള അധികാരം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. അതിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള അത് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഒരു എക്സ്പെൻസ് എപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്? അത് ഇൻകർ ചെയ്യുമ്പോൾ. അതെന്താണ്? ലീഗലി നമ്മൾ കൊടുക്കാൻ നമ്മൾ ലയബിൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തതിൽ വ്യത്യാസം? അടുത്തതൊക്കെ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട് ക്യാഷ് ബേസിൽ. അപ്പോൾ അക്രൂവൽ ബേസിൽ ക്യാഷിൻ്റെ കാര്യം നോക്കുന്നില്ല. അപ്പോൾ റവന്യൂ ക്യാഷ് എനിക്ക് കിട്ടിയോ ഇല്ലയോ എന്നല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഏൺ ചെയ്തോ എന്നുള്ളതേ നോക്കുന്നുള്ളൂ. ഏൺ ചെയ്യുന്നത് നമ്മൾ കയ്യിൽ ക്യാഷ് കിട്ടണമെന്ന് പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് യൂണിറ്റിൽ നിന്ന് പല ആളുകൾ സാധനം വാങ്ങുന്നുണ്ടാവില്ലേ? സാധനം വാങ്ങുമ്പോൾ നമുക്ക് അവിടെ സെയിൽ എന്ന് പറയുന്നത്, സെയിൽ 2 തരത്തിലുണ്ടാവാം. സെയിൽസ് 2 തരത്തിൽ നടക്കാം. ഒന്നെന്താണ്? ക്യാഷ് സെയിൽ നടക്കാം, രണ്ടാമതായിട്ട് ക്രെഡിറ്റ് സെയിൽ നടക്കാം. ക്യാഷ് സെയിൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ സാധനം വാങ്ങുന്നു, അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ക്യാഷ് നമ്മുടെ കയ്യിൽ തരുന്നു. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ എന്ത് ചെയ്യും? സാധനം വാങ്ങിക്കൊണ്ടിട്ട് പറയും ക്യാഷ് പിന്നെ തരാമെന്ന് പറയും. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രൂവൽ ബേസിസ് ജനുവരി 1 നമ്മുടെ ഈ സെയിൽ നടക്കുന്നത്. രാമു എന്നൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? സാധനം വാങ്ങി. രാമു നമുക്ക് എന്ത് ചെയ്തു? ക്യാഷ് തന്നു. ഓക്കെ, പക്ഷെ രാജു എന്നൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി. രാജു എന്ത് ചെയ്തില്ല? ക്യാഷ് തന്നില്ല, സാധനം വാങ്ങിക്കൊണ്ടുപോയി. ഈ 2 ബേസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ക്യാഷ് ബേസ് നോക്കുകയാണെങ്കിൽ ക്യാഷ് കിട്ടിയത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുക. റവന്യൂവിൽ ക്യാഷ് കിട്ടിയത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇവിടെ ക്യാഷ് ബേസ് നോക്കുക. ആരുടെ കയ്യിൽ നമുക്ക് ക്യാഷ് കിട്ടിയത്? രാമു മാത്രമേ നമുക്ക് ക്യാഷ് തന്നിട്ടുള്ളൂ, രാജു ക്യാഷ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ബേസ് എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് കിട്ടിയത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ആരവിടെ തന്നത്? രാമുവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ക്യാഷ് കിട്ടിയപ്പോൾ രാമുവിൻ്റെ കയ്യിൽ നിന്ന് നടത്തിയ സെയിൽ മാത്രം റെക്കോർഡ് ചെയ്യും, മറ്റേ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. അക്രൂവൽ ബേസ് അങ്ങനെയാണോ? അല്ല. അക്രൂവൽ ബേസിൽ 2 ആളുടെ കയ്യിൽ നടത്തിയ സെയിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. കാരണം എന്താണ്? 2 ആളുടെ കയ്യിൽ റവന്യൂ നമുക്ക് ഏൺ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലീഗലി നമ്മൾ എന്തിനാണ് അതിന് എലിജിബിൾ ആണ്? ആ റവന്യൂ കിട്ടാൻ നമ്മൾ എലിജിബിൾ ആണ്. 2 ആൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി, ക്യാഷ് കിട്ടുക എന്നുള്ളത് എന്ത് ചെയ്യണ്ട? അക്രൂവൽ ബേസ് നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്തു? 2 സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ കാര്യം നോക്കുക.
എക്സ്പെൻസ് എന്നുള്ളത് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, അക്രൂവൽ ബേസ് പറയുന്നത് റെക്കഗ്നൈസസ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഇൻകേർഡ്. We have to recognize every expense under accrual basis when they are incurred. ആ ഒരു മെത്തേഡിൽ അക്രൂവൽ ബേസിൽ നമ്മൾ പറയുന്നു ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എക്സ്പെൻസ് ബിസിനസ് വന്നാൽ മതി, ക്യാഷ് കൊടുക്കണമെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ സാലറി കൊടുക്കാൻ ക്യാഷ് ഇല്ല, പക്ഷേ അടുത്ത മാസം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ മാസത്ത് ഡ്യൂ ആയി കഴിഞ്ഞാൽ ഈ മാസം കൊടുക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കാനുള്ളതായിട്ട് റെക്കോർഡ് ചെയ്യണം. കൊടുത്തോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണ്ട, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ ക്യാഷ് ബേസ് എന്താ പറയുന്നത്, നമ്മൾ ക്യാഷ് കൊടുത്താൽ, അങ്ങനെ ചിലവ് നമ്മൾ ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അതിന് ഏറ്റവും സിമ്പിളായിട്ട് കൊണ്ട് പറയുന്നത്. നമ്മുടെ മെറ്റീരിയലിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അക്കൗണ്ടിങ്ങിന് 2 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അക്രൂവൽ ബേസും ക്യാഷ് ബേസും. അതാണ് ബേസ് ഓഫ് അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അക്രൂവൽ ബേസ് എന്താ പറയുന്നത്, അക്രൂവൽ ബേസ്ഡ് പറയുന്നു, അക്രൂവൽ ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ വിച്ച് റവന്യൂ, കോസ്റ്റ്, assets and liabilities are reflected in the accounts for the period in which they accrue. This basis includes consideration relating to deferrals, allocations, depreciation and amortization. This basis is also referred to as mercantile basis of accounting. ഇവിടെ നമ്മൾ പറയുന്നത് അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് ഏതൊക്കെ ട്രാൻസാക്ഷൻസാണ്, റവന്യൂമായി ബന്ധപ്പെട്ടത്, കോസ്റ്റ്, അസറ്റ്, ലയബിലിറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ റവന്യൂമായി ബന്ധ സെയിൽ നടക്കുന്നത്, കോസ്റ്റ് എന്ന എക്സ്പെൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അസറ്റ് എന്നുള്ള അസറ്റ് നമ്മൾ വാങ്ങിക്കഴിയുന്നത്, ലയബിലിറ്റീസ് പറഞ്ഞാൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും കടം വാങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യം, എന്ത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, അത് എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിഫ്ലക്റ്റ് ചെയ്യുക, അവിടെ പറയുന്നത് for the period in which they are accrue, reflected in the accounts for the period in which they are accrue. അത് ഏത് പീരീഡിലാണോ സംഭവിച്ചത് ആ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഏത് പീരീഡിലാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 2019-20 അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് വിചാരിക്കുക. ഒരു അസറ്റ് വാങ്ങിയ ബിൽഡിങ് ഞാൻ കടത്തിന് വാങ്ങിയെന്ന് വിചാരിക്കുക. ആ കടത്തിന് വാങ്ങിയ ബിൽഡിങ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് 2019-20 അക്കൗണ്ടിങ് ഇയറിലാണല്ലോ. അപ്പോൾ ആ 2019-20 അക്കൗണ്ടിങ് ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, ഞാൻ ആ ബിൽഡിങ് വാങ്ങിയതായിട്ട് കാണിക്കണം. പക്ഷേ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ, ഇല്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. എന്നാലും എന്ത് ചെയ്യണം, എനിക്ക് ബിൽഡിങ് വാങ്ങിയതായിട്ട് കാണിക്കണം. ഓക്കെ, ഇനി ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്, അത് പറയുന്നുണ്ട്, ദിസ് ബേസിസ് includes consideration relating to deferrals, allocations, depreciation and amortization. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബേസിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഈ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫറൽസ് ആണ് പിന്നെ കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഇങ്ങനെയുള്ള ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ അസറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ അറിയാൻ വാല്യൂ കുറച്ച് കൊണ്ടുവരിക എന്നാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എവിടെ ഉണ്ടാവുള്ളൂ, അക്രൂവൽ ബേസിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഏത് ബേസിൽ ഉണ്ടാവില്ല, ക്യാഷ് ബേസിൽ ഉണ്ടാവില്ല. ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടായിരിക്കണം, ആർക്കും ക്യാഷ് കൊടുക്കുന്നില്ല. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ലോസ് ആയി, നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ട് കാണിക്കുക ചെയ്യുന്നത്, ക്യാഷ് ഇങ്ങോട്ടും പോകുന്നില്ല. ക്യാഷ് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ ഇവിടെ ക്യാഷ് ബേസ് ഉണ്ടാവുള്ളൂ. അക്രൂവൽ ബേസ് അതൊന്നും നോക്കണ്ട, ക്യാഷ് വന്നാലും പോയാലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി ക്യാഷ് ബേസ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയുന്നുണ്ട്, cash based of accounting is a method of recording transactions by which revenues, costs, assets and liabilities are reflected in the accounts for the period in which actual receipts or actual payments are made. ഇവിടെ പറയുന്നത് എന്താണ്, ക്യാഷ് ബേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റവന്യൂ ആണെങ്കിലും കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും അസറ്റുകളാണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും അവയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഏത് അക്കൗണ്ടിൽ ബില്ലാണ് കാണിക്കുന്നത്, അവയുമായി ബന്ധപ്പെട്ട റെസീപ്റ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഏത് അക്കൗണ്ടിൽ ബില്ലാണ് നടക്കുന്നത്, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ അക്കൗണ്ടിൽ ബില്ലാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിയത് മാർച്ച് 31-നാണ് സാധനം വാങ്ങിയത്.
അല്ലെങ്കിൽ മാർച്ച് 20 വിചാരിച്ചോ, മാർച്ച് 20, 31 അവസാനത്തേക്ക് കൊണ്ടുപോകണ്ട, ഒരു മാർച്ച് 20 തീയതിയാണ് എന്ത് ചെയ്ത് സാധനം വാങ്ങിയത്. പറയുക അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിക്കുന്നത് മാർച്ച് 31. മാർച്ച് 31 മുമ്പ് അയാൾ ക്യാഷ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ ആ ഇയറിൽ ആ അക്കൗണ്ടിംഗ് പീരീഡിലെ സെയിലായിട്ട് കച്ചവടമായിട്ട് എന്ത് ചെയ്യൂ അത് കാണിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുന്ന ഏപ്രിൽ 10 അയാൾ ക്യാഷ് കൊടുന്ന് തരുന്നു വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിൽ സെയിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക അതിനെ കാണിക്കുക. ഏതൊരു ബേസിസിൽ? ക്യാഷ് ബേസിസിൽ. ഓക്കെ, അപ്പോൾ രണ്ട് ബേസ് നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഈ ക്യാഷ് ബേസും അതേപോലെ തന്നെ അക്രൂവൽ ബേസ് നമ്മൾ വ്യത്യാസം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ടേബിൾ നമ്മളോട് അനലൈസ് ചെയ്യുന്നത് പല ബേസ് ഡിസ്റ്റിങ്ഷന് പല ബേസ് എടുത്തിട്ട് ഈ ഓരോ ബേസിനെ വെച്ചുകൊണ്ടും എന്താണ് അത് അക്രൂവൽ ബേസിലെ മാറ്റം, അത് ക്യാഷ് ബേസിലെ മാറ്റം വരുത്തുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് കാണാം ബേസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള കൊടുത്തുള്ളത്. നമ്മൾ വ്യത്യാസമായ ഡിഫറൻസ് അനലൈസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് expenses, prepaid or outstanding expenses or accrued or unaccrued incomes in balance sheet. ബാലൻസ് ഷീറ്റിൽ നമ്മൾക്ക് പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ഈ വർഷം കൊടുക്കാനുള്ളതല്ലേ കാരണം നമ്മൾ അത് മുൻകൂട്ടി എന്ത് ചെയ്യുക, അടുത്ത വർഷം കൊടുക്കാനുള്ള മുൻകൂട്ടി കൊടുക്കുക നമ്മൾ ചെയ്യാറില്ലേ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില ചിലവുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബസ് ഫീസൊക്കെ എന്ത് ചെയ്യും, സ്കൂൾ ബസ്സൊക്കെ ഒരു മാസം മുമ്പത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യും നേരത്തെ അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറഞ്ഞത്, ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് എന്ത് ചെയ്യും പല എക്സ്പെൻസ്, ഇപ്പോൾ റെൻ്റൊക്കെ ആണെങ്കിൽ അടുത്ത മാസത്തിന് നേരത്തെ കൊടുക്കാമെന്ന് വിചാരിക്കുക, അതിനെ പ്രീപെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ എന്താണ്? ഈ മാസം തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല, ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളതായിരിക്കും. അപ്പോൾ പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് അതുപോലെ എക്സ്പെൻസുകൾ. ഇനി അക്രൂഡ് ഓർ അൺഅക്രൂഡ് ഇൻകംസ്. എന്താണ് അക്രൂഡ് അൺഅക്രൂഡ് ഇൻകംസ്? അക്രൂഡ് ഇൻകംസ് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുന്നത് വിചാരിക്കുക, ആ റെൻറ്റിന് കൊടുക്കാനുള്ള ബിൽഡിങ് ഈ മാസം ക്യാഷ് കിട്ടേണ്ടതായിരുന്നു പക്ഷേ തന്നിട്ടില്ല. അതേപോലെ തന്നെ അൺഅക്രൂഡ് ഇൻകം പറഞ്ഞാൽ എന്താണ്? അൺഅക്രൂഡ് എന്നുള്ളത് നമുക്ക് കിട്ടാനായിട്ടില്ല പക്ഷെ അഡ്വാൻസ് ആയി കിട്ടി, കിട്ടാനുള്ള സമയമായിട്ടില്ല, അടുത്ത മാസം റെൻറ്റ് കൂടി നേരത്തെ തന്നാൽ അതെന്താണ്? അൺഅക്രൂഡ് ഇൻകം ആണ്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഏത് ബേസ്, രണ്ട് ബേസ് നമ്മൾ നോക്കുന്നത്. ഇനി അക്രൂവൽ ബേസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാം, അണ്ടർ ദിസ് ദർ മേ ബി പ്രീപെയ്ഡ് or outstanding expenses and accrued or unaccrued incomes in the balance sheet. നമ്മൾ അക്രൂവൽ ബേസിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം, ചിലപ്പോൾ പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണാം, അല്ലെങ്കിൽ അക്രൂഡ് ഇൻകംസ് കാണാം, അല്ലെങ്കിൽ അൺഅക്രൂഡ് ഇങ്ങനെയൊക്കെ ഐറ്റംസ് കാണാനുള്ള ചാൻസ് എപ്പോഴും വരണമെന്നില്ല കേട്ടോ, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ക്യാഷ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ക്യാഷ് ബേസ് നമ്മൾ പറയുന്നത് അണ്ടർ this there is no prepaid or outstanding expenses or accrued or unaccrued incomes. ക്യാഷ് ബേസ് നമ്മൾ പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസെന്നോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻകമെന്നോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസെന്നോ അൺഅക്രൂഡ് അങ്ങനെ ഇൻകംസ് ഉള്ള ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് എന്താ പറയാം, അണ്ടർ അക്രൂവൽ ബേസിസ് there may be prepaid or outstanding expenses and accrued or unaccrued incomes, but there is no possibility for such items under cash account, cash basis of accounting. So it is the first distinction between accrual basis or cash basis of accounting. And coming to other distinction, basis of distinction is higher or lower income in case of prepaid expenses and accrued incomes. നേരെ ഒന്ന് വായിച്ചു നോക്കുക, എന്താണെന്നുള്ള കറക്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാവണം. higher or lower income in case of prepaid expenses and accrued income. വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ടാവില്ലേ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസോ അല്ലെങ്കിൽ അക്രൂഡ് ഇൻകംസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻകത്തെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുമ്പോൾ ആ ഇൻകത്തെ അത് ഒന്നിൽ കൂടുതലായി കാണിക്കും അല്ലെങ്കിൽ കുറവായി കാണിക്കും എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, റെക്കോർഡ് ചെയ്തോ ഇല്ലേ എന്നല്ല അവിടെ ചോദിക്കുന്നത്. ഞാൻ ബിസിനസ് നടത്തുകയെന്ന് വിചാരിക്കുക, ബിസിനസ് നടത്തുന്ന സമയത്ത് ഞാൻ ഏത് ബേസിൽ എൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും ചില കാര്യത്തിൽ എന്ത് ചെയ്യും, കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അഡ്വാൻസായി കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ,
അങ്ങനെയുള്ള രണ്ട് ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അക്രൂവൽ ബേസ് എന്താ പറയുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ എ റിലേറ്റീവ്ലി ഹയർ ഇൻകം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? Income statement will show a relatively higher income when there is higher or lower income in case of prepaid expenses and accrued incomes. ഒരു ബിസിനസ്സിൽ അക്രൂഡ് ഇൻകം എന്താ? അക്രൂഡ് ഇൻകം പറഞ്ഞാൽ ഇൻകം കിട്ടാനുണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, കിട്ടിയിട്ടില്ല. ഒരാൾ 10,000 രൂപയുടെ സാധനം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് കിട്ടാനുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. 10,000 രൂപ കിട്ടിയിട്ടില്ല. പക്ഷെ ആ കിട്ടാത്ത ഞാൻ എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും? അക്രൂവൽ ബേസിസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? അടുത്ത വർഷത്തിനുള്ള എക്സ്പെൻസ് ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ തന്നെ കൊടുത്ത് ഞാൻ ഈ അക്രൂവൽ ബേസിൽ ഈ അക്കൗണ്ടിംഗ് പീരീഡാണ് കാണിക്കുക, ആണോ? എങ്ങനെ ചെയ്യുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത് എന്താണ്? ഞാൻ പേയ്മെന്റ് നടത്തി കാണിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് മാറ്റി വെക്കും. നമുക്ക് ലെസ് പ്രീപെയ്ഡ് കൊണ്ട് കാണിക്കാറ്. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ ഇതാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രീപെയ്ഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പ്രീപെയ്ഡിലുള്ള എക്സ്പെൻസ് കൊടുത്താലും ഞാൻ ഈ അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കുറച്ച് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഹയർ ഇൻകം കാണിക്കുന്ന പറയുന്നത്. ഹയർ ഇൻകം കാണിക്കാനുള്ള ചാൻസ് ആണ് എവിടെ? എപ്പോൾ? അക്രൂവഡ് ഇൻകംസോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസോ ഉണ്ട് നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്രൂവൽ ബേസ്ഡിലാണെങ്കിൽ. ഇതേ കാര്യം നമ്മൾ ക്യാഷ് ബേസ്ഡിലാണ് എന്താ പറയുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ ലോവർ ഇൻകം. നമുക്ക് എങ്ങനെ പറയാം? when there is prepaid expenses and accrued incomes, income statement will show lower income under cash basis of accounting. നമ്മൾ ക്യാഷ് ബേസ്ഡിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേസമയം അവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസിലുണ്ട്, അക്രൂഡ് ഇൻകംസും ഉണ്ട്. എന്നാൽ ആ അക്കൗണ്ടിങ്ങില്ലേ, അവിടെ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻകം എന്തായിരിക്കും? ലോവർ ഇൻകം ആയിരിക്കും. എന്തുകൊണ്ടാണ് ലോവർ ഇൻകം എന്ന് പറയുന്നത്? നോക്കൂ, നിങ്ങൾ പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? നമ്മൾ മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്തത്, അത് അടുത്ത അക്കൗണ്ട് പീരീഡിനുള്ളതാണ്. പക്ഷെ നമ്മളത് നോക്കുന്നുണ്ട്, നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ഏത് പീരീഡിലാണ് നോക്കുന്നത്? നമ്മൾ അടുത്ത വർഷത്തിനുള്ളതാണെങ്കിൽ ഈ വർഷത്തെ എക്സ്പെൻസ് ആയി നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബേസ്ഡ് അതിനെ കൺസിഡർ ചെയ്യും. അക്രൂഡ് ഇൻകം പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ളതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ കിട്ടുമ്പോഴേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മൾ അടുത്ത വർഷത്തിലുള്ള ചെലവ് ഇവിടെ കാണിക്കും ചെയ്തു, എന്നാൽ ഈ വർഷം കിട്ടേണ്ട വരുമാനം കാണിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ വർഷത്തെ ഇൻകം ലോവർ ഇൻകം ആയിട്ടല്ല കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നത് ഹയർ ഓർ ലോവർ ഇൻകം ഇൻ കേസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് അൺഅക്രൂവ്ഡ് ഇൻകം. നേരത്തെ പറഞ്ഞത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ അവിടെ എന്താ പറഞ്ഞത്? ഹയർ ഓർ ലോവർ ഇൻകം ഇൻ കേസ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞത്. ഇവിടെ പ്രീപെയ്ഡ് വരാൻ എന്താ ഉദ്ദേശിച്ചത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. മുകളിൽ പറഞ്ഞത് അക്രൂഡ് ഇൻകം എന്നാണ്, ഇവിടെ അൺഅക്രൂവ്ഡ് ഇൻകം. ആ ഡിഫറൻസുകൾ നോക്കണം. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പോൾ ഹയർ ഓർ ലോവർ ഇൻകം ഇൻ കേസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഇനി അൺഅക്രൂവ്ഡ് ഇൻകം പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടി, പക്ഷെ നമുക്ക് അടുത്ത വർഷം കിട്ടാനുള്ളതാണ്. അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഇത് എങ്ങനെയാണ് രണ്ട് ബേസ് അക്കൗണ്ടെങ്കിലും ഡിഫറൻസ് വരുന്നത് നോക്കാം. അത് നോക്കൂ, അക്രൂവൽ ബേസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ എ റിലേറ്റീവ്ലി ലോവർ ഇൻകം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? when there is outstanding expenses and unaccrued incomes under accrual based of accounting, income statement will show a relatively lower income. നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്രൂവൽ ബേസ്ഡിലാണ്. അതേസമയം നമ്മുടെ ബിസിനസ്സിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും അൺഅക്രൂവ്ഡ് ഇൻകംസും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണിക്കുന്ന ഇൻകം ക്യാഷ് ബേസിലെ ഇൻകത്തേക്കാൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കുറവായിരിക്കും, ലോവർ ഇൻകം. കാരണം എന്താ? നമ്മൾ അടുത്ത വർഷം കൊടുക്കാൻ പോകുന്ന എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഈ വർഷം കൊടുക്കുന്ന വർഷം നമ്മൾ ഈ വർഷമല്ല കൊടുക്കുന്നത്, അടുത്ത വർഷം കൊടുക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ എക്സ്പെൻസും കാണിക്കുന്നുണ്ട്, പക്ഷെ അൺഅക്രൂവ്ഡ് ഇൻകംസ് എന്താണ്?
നമ്മൾ ഈ വർഷം കിട്ടി, പക്ഷേ നമുക്ക് ഈ വർഷത്തെ ഇൻകമായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല, കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? ഇൻകം കുറയും. ഓക്കെ, ഇനി ക്യാഷ് ബേസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താ നോക്കൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ എ ഹയർ ഇൻകം. ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ എ ഹയർ ഇൻകം. നമുക്ക് അതിൻ്റെ കൺക്ലൂഡ് ചെയ്ത് പറയാം. When there is outstanding expenses and unaccrued incomes, under cash base of accounting, income statement will show a higher income. ഒരു ബിസിനസ്സിൽ അവിടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബേസിലാണ്. അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും അൺഅക്രൂഡ് ഇൻകംസും ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇൻകം കാണിക്കുന്നത് അതേ ബിസിനസ്സിൻ്റെ അക്രൂവൽ ബേസിൽ നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും എന്ത്? ക്യാഷ് ബേസിൽ കാണിക്കുന്ന ഇൻകം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഒരു 2-3 പ്രാവശ്യം ആ പോയിന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് നോക്കണം. ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ ഡിസ്റ്റിങ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം അവൈലബിലിറ്റി ഓഫ് ഓപ്ഷൻസ് to an accountant to manipulate the accounts by way of choosing the most suitable method of several alternative methods of accounting like FIFO, LIFO, SLM, WDV. FIFO, LIFO എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. FIFO എന്നുള്ളത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, LIFO ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതൊക്കെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നുള്ള മെത്തേഡ്സ് ആണ്. SLM സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, WDV റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, ഇതൊക്കെ ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് അക്രൂവൽ ബേസും ക്യാഷ് ബേസിലും ഒരു ബിസിനസ് അവരുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്ന സിറ്റുവേഷനിൽ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണല്ലോ. ആ സമയത്ത് ഈ 2 മെത്തേഡിൽ അക്കൗണ്ടൻസിന് അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? എന്താ മാനിപ്പുലേഷൻ നടത്താന്നുള്ളത്? അവിടെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഇവിടെ പറയുന്നത് നോക്കും, അവൈലബിലിറ്റി ഓഫ് ഓപ്ഷൻസ് ടു ആൻ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അക്കൗണ്ടിന് പല ആൾട്ടർനേറ്റീവ്സ്, പല മെത്തേഡ്സിനും പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പല ആൾട്ടർനേറ്റീവ്സിനും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിലായിരിക്കും അടുത്ത എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ടിലുള്ള ഡിഫറൻസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിലൊക്കെ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിലോ ലോസിലൊക്കെ മാറ്റം വരുത്താനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത് ഞാൻ ചാർജ് ചെയ്യുന്നത് SLM മെത്തേഡിൽ എനിക്ക് കിട്ടുന്നത് ഒരു 9,000 രൂപയാണ് ഒരു മെഷീനെ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് വിചാരിക്കാം. WDV മെത്തേഡിൽ എനിക്ക് കിട്ടുന്നത് അതെനിക്ക് ഒരു 5,000 രൂപയാണെന്ന് വിചാരിക്കാം. ഈ വർഷം SLM മെത്തേഡിൽ ഞാൻ ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് 9,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. WDV മെത്തേഡിലാണെങ്കിൽ എനിക്ക് ഈ വർഷം 5,000 രൂപ ചാർജ് ചെയ്താൽ മതി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എങ്ങനെ ഈ എമൗണ്ടിൽ നിന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെയുള്ള ടോപ്പിക് ഡിപ്രീസിയേഷനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം എന്താണ് ഇതിൽ വ്യത്യാസം വരുന്നത് നോക്കാം. ഞാൻ ഡിപ്രീസിയേഷൻ അല്ല 9,000 രൂപ കാണിച്ച് എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഒരു എക്സ്പെൻസ് ലോസായിട്ട് അത് കാണിക്കുക എന്നുണ്ടെങ്കിൽ അത്രയും രൂപയുടെ 9,000 രൂപയുടെ അത് പ്രോഫിറ്റ് എനിക്ക് എൻ്റെ ഇൻകത്തിൽ നിന്ന് കുറയുന്നത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അതേ എമൗണ്ട് 5,000 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 9,000 പതിനഞ്ചത്ത് 5,000 കാണിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടുതലായിട്ടാണ് കാണിക്കുക. ഒരു 4,000 രൂപയുടെ ഡിഫറൻസ് 2 മെത്തേഡിലും ചെയ്യുമ്പോൾ 4,000 രൂപ ഒന്നിൽ പ്രോഫിറ്റ് കൂടുതലും ഒന്നിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? അണ്ടർ അക്രൂവൽ ബേസിസ്, അണ്ടർ ദിസ് ആൻ അക്കൗണ്ടന്റ് ഹാസ് ഓപ്ഷൻസ്. അക്രൂവൽ ബേസ്ഡ് ആണെങ്കിൽ എന്തുണ്ട്? ഇങ്ങനെ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് പറയാൻ കാരണം? അവിടെയാണ് ഡെഫറൻസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ പോലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്. എവിടെയാണ്? അക്രൂവൽ ബേസ്ഡ് ആണ്. ക്യാഷ് ബേസ്ഡ് എന്താ പറയുന്നത്? അണ്ടർ ദിസ് ആൻ അക്കൗണ്ടന്റ് ഹാസ് നോ ഓപ്ഷൻ ടു മേക്ക് എ ചോയ്സ് ആസ് സച്ച്. ഇതുപോലുള്ളൊരു ചോയ്സ് ആൾട്ടർനേറ്റീവ്സിന് ഇടയിൽ നിന്നും നല്ലത് ചൂസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ചോയ്സ് ഒന്നും ആർക്കില്ല. അക്കൗണ്ടന്റ് എന്തേ ചെയ്യുന്നുള്ളൂ? ക്യാഷ് കിട്ടിയാൽ അത് റെക്കോർഡ് ചെയ്യുക, ക്യാഷ് കൊടുത്താൽ അത് റെക്കോർഡ് ചെയ്യുക. അല്ലാതെ ഇതുപോലെ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആർക്ക് നോക്കണ്ട? ക്യാഷ് ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടന്റിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അക്രൂവൽ ബേസും ക്യാഷ് ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ് തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ താഴെ നോക്കുകയാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ്. ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ്. എന്താണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് ബേസിസ് എന്നുള്ളത്? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 ബേസാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ
അക്രൂവൽ ബേസും പറഞ്ഞു, ക്യാഷ് ബേസും. ഇനി ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസ് പറഞ്ഞാൽ അതിന് പ്രൈമറി ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയുന്നില്ല, എന്നാലും ഇതൊരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. അക്കൗണ്ടിങ് ബേസിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്, പക്ഷെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഹൈബ്രിഡൊക്കെ നമുക്ക് അറിയാം, പല സമയത്ത് യൂസ് ചെയ്യുന്ന വേർഡാണ്. ഹൈബ്രിഡ് എന്താണ്? രണ്ട് കാര്യത്തിൻ്റെ കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, ഹൈബ്രിഡിൽ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ് എന്നുള്ളത് ഇവിടെ നമ്മൾ പറയുന്നത് under the hybrid system of accounting, incomes are recognized as in cash based accounting, that is when they are received in cash, and expenses are recognized on accrual basis, that is during the accounting period in which they arises irrespective of when they are paid. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ബേസിൻ്റെയും അക്രൂവൽ ബേസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത, ഇൻകംസ് അല്ലെങ്കിൽ റവന്യൂസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് ബേസിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ. ഇൻകംസ് ക്യാഷ് ബേസിസ് പോലെ റെക്കോർഡ് ചെയ്യും. എന്നാൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇൻകം എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക. ഏത് പീരീഡിലാണോ കിട്ടുന്നത്, ഇപ്പോൾ 2019-20 കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻകം റെക്കോർഡ് ചെയ്യും. അന്നേരം അടുത്ത ഇയറിലാണെങ്കിൽ അടുത്ത ഇയറിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എന്നാൽ എക്സ്പെൻസ് എങ്ങനെയാണ്? അക്രൂവൽ ബേസ്ഡ്. എക്സ്പെൻസ് എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളതല്ല നോക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നതെന്നുള്ളതല്ല നോക്കുന്നത്, ഏത് അക്കൗണ്ട് പീരീഡുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ് അങ്ങനെ നോക്കുന്നത്. ഇതാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബേസ് ഓഫ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുകൂടി പറയാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡൗട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. ഡൗട്ടിൽ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, താങ്ക് യു.